വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇത്രയും നേരത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഒരു പുകമായിരുന്നു. അത്രത്തോളം കോടങ്ങിന് ഇറങ്ങി നമുക്ക് ഒന്നും കാണാൻ പറ്റാത്ത അത്രത്തോളം നന്നായിട്ട് മൂടി കിടക്കുമായിരുന്നു. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുള്ളൂ ഒന്ന് തെളിഞ്ഞിട്ട് പോലെ തന്നെ കോട പൂർണ്ണമായിട്ടൊന്ന് മാറിയിരുന്ന പോലെ തണുപ്പും കുറച്ചൊന്ന് ഒതുങ്ങിയെന്ന് പറയണം. കാരണം അത്ര നേരം നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടി പറയാം. അത്രത്തോളം ഇങ്ങനെ കോടമഞ്ഞും മൊത്തത്തിൽ നല്ല തണുത്ത കാറ്റൊക്കെ മൊത്തം അന്തരീക്ഷം മൊത്തത്തിൽ ഇങ്ങനെ തണുത്ത് വിറച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിന് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്ന് ആ ഒരു കോട മൊത്തം ഒന്ന് പോയി ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ടൈമിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റുള്ളൂ. കാരണം ഇനിയിപ്പോൾ ഫുള്ള് മഴ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ മഴയും കോടയൊക്കെ ആയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ക്ലൈമറ്റ് നല്ല രീതിയിൽ എന്താ പറയുക ഒരു മഴക്കാലത്തിൻ്റെ സെറ്റപ്പ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴക്കാലം എന്തായാലും ആയപ്പോൾ എന്തായാലും ഇനി നമുക്ക് അങ്ങോട്ട് ഫുള്ള് മഴ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു കുറച്ച് അതായത് തെളിഞ്ഞൊരു അന്തരീക്ഷമൊക്കെ നമുക്ക് അപൂർവമായിട്ടായിരിക്കും കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ കുറച്ച് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ കിട്ടും. അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നോക്കി നമ്മുടെ ആവണിക്കുട്ടി ഉണ്ട് കേട്ടോ കൂടെ തരുന്നത്. ആൾക്ക് നമ്മൾ തണുപ്പൊക്കെ തുടങ്ങിയതുകൊണ്ട് ഫുൾ ടൈം ആൾ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇടാൻ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ കൂടി എന്തായാലും ഇടാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് അങ്ങനെ ഇട്ട് നടക്കുന്നതാണ്. അപ്പോൾ അതായത് നമ്മുടെ രാവിലത്തെ വീട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി കുറച്ച് ഗാർഡനിലൊക്കെ ആയാലും കുറച്ച് അധികം പണികൾ ചെയ്യാനുണ്ട്. കാരണം മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുന്നതനുസരിച്ച് നമുക്ക് കാടാട്ടോ ഏറ്റവും നല്ല രീതിയിൽ ഒരു കൂടുന്നത്. അതായത് കാട് നന്നായിട്ട് കൂടുമ്പോൾ നമുക്ക് അതിൻ്റെ നമ്മുടെ ഗാർഡനിലെ മെയിൻ്റെനൻസ് നമുക്ക് നന്നായിട്ട് കൂടുതലായിരിക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്യാതെ പോലെ തന്നെ നമ്മുടെ കുറച്ച് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പോട്ടുകളാക്കിയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ഒക്കെ. അപ്പോൾ എന്തായാലും എത്രത്തോളം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും നല്ല. കാരണം മഴ എപ്പോൾ വരുന്നു എന്ന് അറിയണം. മേളിലൊരു ചെറിയ രീതിയിൽ കാർമേഘം വന്ന് തുടങ്ങിയിട്ട് ഒന്ന് തെളിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കൂടെ ആയില്ല കേട്ടോ. 5 മിനിറ്റ് കഷ്ടിയായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു സൈഡിൽ കുറച്ചൊരു കാർമേഘമൊക്കെ വന്ന് തുടങ്ങിയിട്ട് അപ്പോൾ എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയാം. അപ്പോൾ എന്തായാലും മഴ പെയ്യാതെ കൂടുതൽ കോട കുറച്ചൊന്ന് കുറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ടോ നമ്മുടെ ആകാശത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നോക്കി ഈ ഒരു ലെവലിലാണ് കിടക്കുന്നത്. മഴ നമുക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല തകൃതിയായിട്ടുള്ളൊരു മഴ തന്നെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും എത്ര നേരം ഈ ഒരു തെളിച്ചം ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. അതേപോലെ തന്നെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. പുലർച്ചയ്ക്കൊക്കെ നല്ല അടിപൊളി മഴയായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ തന്നെ കറണ്ട് പോയതാണ്. ഇത്രയും നേരമായിട്ട് കറണ്ടൊന്നും വന്നിട്ടില്ല. കാരണം വേറെ നല്ലതാ ഇതുപോലെ കുറേ മരങ്ങൾ ലൈൻ കമ്പിയിലേക്ക് ചാഞ്ഞും അല്ലാതെയൊക്കെ ആയിട്ട് ഒത്തിരി മരങ്ങൾ നമുക്ക് ഒരു ഭാഗത്തൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മഴ പെയ്യുന്നതനുസരിച്ച് കാറ്റുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെ കാര്യത്തിൽ പെട്ടെന്നാണ് തീരുമാനമാവുക. കാരണം കാറ്റിനനുസരിച്ച് മരങ്ങളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വീഴും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ നന്നാക്കി വരാനാണെങ്കിലും ഒരുപാട് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും ഇത്ര നേരം വന്നിട്ടില്ല. കുറച്ച് കഴിയുമ്പോഴത്തേനും വരുന്നതാണൊരു പ്രതീക്ഷ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ മഞ്ഞക്കോളാമ്പീൻ്റെ തൈയാട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഈ ഒരു അറ്റം മുതൽ നമ്മൾ അങ്ങേ അറ്റം വരെ ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇനി മഴ നല്ല മഴയായി കഴിഞ്ഞാൽ അടിഭാഗം നമ്മൾ നല്ല പ്രൂൺ ചെയ്ത് വരും കേട്ടോ. നോക്കി പൂക്കളൊക്കെ ഉണ്ടായി കൊഴിഞ്ഞു പോകുക ആ ഒരു ഭാഗമൊക്കെ മണ്ണോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗത്ത് നോക്കി അളിഞ്ഞും അതുപോലെ തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പെട്ടെന്ന് തന്നെ പുതിയ തളർപ്പിടും കേട്ടോ. കാരണം മഴയൊക്കെ ഇങ്ങനെ പെയ്യുമ്പോൾ പെട്ടെന്ന് പൊട്ടിക്കിളിർത്തോളും. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് പെട്ടെന്ന് അങ്ങ് മുറിച്ച് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ഗാർഡനൊക്കെ സ്നേഹിക്കുന്ന കൂടുതലാണെങ്കിൽ ഈ ഒരു സംഭവം മസ്റ്റായിട്ട് നിങ്ങളുടെ ഗാർഡനിൽ ഒരുപാട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് നമ്മുടെ പ്രൂണറാണ്. നമുക്കിങ്ങനെ പ്രൂൺ ചെയ്യുന്ന ഒരു ടൈമിൽ നല്ല മൂർച്ചയുണ്ട്. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ല മൂർച്ചയുണ്ടേ. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് കേട്ടോ കട്ടായി വരുന്നത്. അപ്പോൾ കുറച്ചുണ്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഈ ഒരു ലെവലൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആവണിക്കുട്ടി വേണോ ഇത് ആവണിക്ക്? ആവണി ഇതാ എൻ്റെ ഈ അടുത്ത് വന്നിട്ട് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല. ഈ ഒരു സംഭവം ആൾക്ക് വേണ്ടോ അതിന് വേണ്ടിയിട്ടാണ്. താഴേക്കൊക്കെ നോക്കി അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്ത് വിടാനുണ്ട് കേട്ടോ. തേരാ അമ്മ തരാ. ആവണിക്കുട്ടിക്ക് മുറിക്കാൻ പറ്റുമോ ഇത് വെച്ച് അറിയോ? ഇതുപോലത്തെ സംഭവമൊക്കെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ സിമ്പിളായിട്ട് വെട്ടാൻ വേണ്ടി പറ്റും. നോക്കി നമ്മുടെ ആവണിക്കുട്ടിയുടെ കരുതാ അവരുടെ കൈയൊക്കെ ഇനി മുറിയൊന്നും നമുക്ക് പേടിക്കാനാട്ടോ. സേഫായിട്ട് നമുക്ക് അവരുടെ കയ്യിലും കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഞാൻ അവൾക്ക് അങ്ങനെ കൊടുത്താൽ അവൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തതാട്ടോ. അപ്പോൾ തന്നെ കുറച്ച് നേരം അവൾ വെട്ടട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കൊടുത്തിരിക്കുവാണേ. വെട്ടിയോ? വെട്ടി കഴിഞ്ഞില്ല? പടയതങ്ങ് വെട്ട്. മഴ വരൂ ഇപ്പോൾ. ഞാൻ വാങ്ങിച്ചു വരട്ടല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്നതിൻ്റെ കാര്യത്തിലൊക്കെ ആൾ തീരുമാനമാകും കേട്ടോ. കുറച്ച് നേരം പിന്നെ ആൾക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ചൊന്ന് കൊടുക്കുവാണെങ്കിൽ അവളും ഹാപ്പിയാണ്. പിന്നെ അവൾ ചോദിക്കുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുമ്പോഴാലും അവളങ്ങ് തരും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ചെറിയൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയിലാണോ ഞങ്ങൾ പോകുന്നത്. പിന്നെ ഇത് ഫുള്ള് ഇങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ കാണാനും ഒരു ഭംഗിയാണ്. അതേപോലെ തന്നെ ചെടികളായാലും നല്ല ഹെൽത്തി ആയിട്ട് നിന്നോളൂ കേട്ടോ. മറ്റേത് നാച്ചുറൽ പ്രൂണിങ്ങിലൂടെ ഇത് പോകും. എന്തായാലും ഈ ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ പോയിട്ട് പുതിയ ഭാഗങ്ങളൊക്കെ വന്നാലും അത് ഒരുപാട് ടൈം എടുക്കും. നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സിലൂടെ അല്ലേ പോകുന്നത്. നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക്
പെട്ടെന്ന് തളിർപ്പുകളൊക്കെ വരുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ എന്തായാലും മഴയായതുകൊണ്ട് നമുക്ക് നനച്ചു കൊടുക്കാൻ അങ്ങനത്തെ പണിയൊന്നുമില്ലല്ലോ. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് താഴേക്കൊക്കെ വെട്ടാനുണ്ട്. കാരണം താഴേക്ക് ഒത്തിരി ഉണ്ട് വെട്ടാൻ. ഇത് നമുക്കിതുപോലെ ലോക്ക് ചെയ്ത് വെക്കാനും പറ്റും. നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞതാ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യാനുസരണം ഓപ്പൺ ചെയ്താലും മതി. എന്തായാലും ഇനി പെട്ടെന്ന് വെട്ടട്ടെ. ബാക്കി നമ്മളൊരു വീഡിയോ കൂടി എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈം വേണ്ടോ നമ്മൾ ചെയ്യുന്ന ഒരു പണി ഫുള്ളാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിപ്പോൾ ഈ ഒരു അറ്റം മുതൽ ആ ഒരു അറ്റം വരെ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു യെല്ലോ കളറുള്ള ഈ ഒരു കോളാമ്പിയാണോ നട്ടു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചധികം ഉണ്ട് നമുക്ക് വെട്ടി ഒന്ന് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഉണങ്ങി പോയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഇതാ നന്നായിട്ട് പച്ചപ്പില്ല. അപ്പോൾ ഒരു ഉണക്ക മൊത്തത്തിൽ ഞാൻ അതാ വെട്ടിയിരിക്കുകയാണ്. ഇവിടെ കാടൊക്കെ ഇട്ട് പറിക്കാൻ വേണ്ടിയിട്ട് കാടെല്ലാം നമുക്ക് പതുക്കെ പറിക്കാം. തരാം ഒന്ന് പുതിയ തരാം. അങ്ങനെ എന്തായാലും കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു മഞ്ഞക്കോളാമ്പി ഈ ഒരു അറ്റം മുതൽ ആ ഒരു അറ്റം വരെയുള്ള എല്ലാം നമ്മൾ നന്നായിട്ട് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് നല്ല സെറ്റായി നിർത്തിയിരിക്കുക കേട്ടോ. ഇനി നമുക്ക് എന്തായാലും അടുത്ത പണിയെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് കുറേ നമ്മുടെ പോട്ടുകളിലായിട്ട് നമ്മുടെ ബൊഗൻ വിലാസമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ മഴ ഇങ്ങനെ അടുപ്പിച്ച് പോയതുകൊണ്ട് തന്നെ ആ ഒരു പോട്ടുകളുടെ അടിയിലൊക്കെ ആയാലും അത്യാവശ്യം നല്ല തന്നെ മണ്ണ് തെറിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ചൊക്കെ കാടൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് പറിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വിടാം. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു ഇതൊന്ന് വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ മഴയ്ക്ക് ശേഷം കിളികളാട്ടോ ഒരു രക്ഷയില്ലാട്ടോ. നോക്കി ഒരു മൈന്യൂട്ടായിട്ടുള്ള ചെറിയ വോയിസ് വരെ നമുക്ക് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അത്രത്തോളം ചെറിയ സൗണ്ട് വരെ നമുക്ക് നന്നായിട്ട് കേൾക്കാൻ വേണ്ടി പറ്റും. നോക്കി കലപിലാന്ന് നല്ല ബഹളമാണ്. കൂടെ ചീവീടും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ തവളയും കഴിയുന്നുണ്ട്. അതുകൊണ്ട് മഴയിന് ഏത് സമയം വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അതിന് മുന്നേ നമുക്ക് എന്തായാലും ഷാട്ട് നല്ല തീർക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ കുറച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ അല്ലാതെ നമ്മൾ ഡയറക്റ്റ് മണ്ണ് നട്ട് കൊടുത്തുള്ള ചെടികളൊക്കെ ആട്ടോ. ഇതിങ്ങനെ നിറച്ചിങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ മഴയൊക്കെയുള്ള ടൈമിൽ നമ്മളൊരു കമ്പൊക്കെ കെട്ടി കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ നോക്കിയേ ഇതിൻ്റെ അവസ്ഥ നന്നായിട്ട് നല്ല കാറ്റും മഴയൊക്കെ ഒന്ന് കുറച്ചൊന്ന് ചാഞ്ഞ് കിടക്കാം. എന്നാലും ഇതൊരു കമ്പ് കെട്ടി കൊടുക്കാം. അതേപോലെ നമ്മുടെ താഴെക്കുള്ള ജമന്തി ഉണ്ട്. അപ്പോൾ ജമന്തി ആയാലും ഒന്ന് മണ്ണല്ല ഇന്ന് കമ്പ് കെട്ടി കൊടുക്കാനായിട്ട്. കാരണം വരുന്നതല്ല നന്നായിട്ട് ഇങ്ങനെ പൂ ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുക. അതുകൊണ്ട് ആ ഒരു വെയിറ്റ് താങ്ങാൻ വയ്യാതെ താഴേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കാം. എന്നാലും അതൊക്കെ ഒന്ന് സേഫ് ആക്കട്ടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഇവിടെ തന്നെയാട്ടോ നമ്മുടെ ജമന്തി ഉള്ളത്. ജമന്തി അത്യാവശ്യം നന്നായിട്ട് വട്ടം വീശി വലുതായിട്ടുണ്ട്. ഈ രീതി ഫുള്ളായിട്ട് അങ്ങ് കൈയടക്കിയിട്ട്. അപ്പോൾ ഇവിടെ ജമന്തി അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ തുളസിയുണ്ട്. പിന്നെന്താ ചെമ്പരത്തി ഉണ്ട്. അങ്ങനെ കുറച്ചെണ്ണം ഒരുമിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അവിടെ കുറച്ചൊന്ന് കാടൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ആ ഒന്ന് കമ്പൊന്ന് വെച്ച് കെട്ടാം. ഈ ഒരു പൂവൊക്കെ ആയാലും നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ ദിവസം നിൽക്കും കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല സൈസുള്ള പൂക്കളാണേ. മാത്രമല്ല ഒരു കമ്പി തന്നെ ഇങ്ങനെ നിറച്ചുണ്ടാവും കേട്ടോ. കൊലയായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കണം. അപ്പോൾ വെയിറ്റ് താങ്ങാൻ വയ്യാതെ നോക്കി നന്നായിട്ട് താഴേക്ക് ഇങ്ങനെ നിൽക്കും കേട്ടോ. കുറച്ച് ചരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുവട്ടിൽ കുറച്ചൊന്ന് മണ്ണൊക്കെ കൂട്ടിക്കൊടുത്ത് ഒരു കമ്പൊക്കെ കെട്ടിക്കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് കുറച്ച് നാൾ കൂടി നമുക്കിതുപോലെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ജമന്തി ഇവിടെ ഉള്ളത് മഞ്ഞ ജമന്തിയാണ്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് വൈറ്റും കൂടി ഉണ്ട്. വൈറ്റ് കുറച്ച് അടുത്തിട്ടിലേക്കാട്ടോ നമ്മളിപ്പോൾ നട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ചെറിയ രീതിയിലൊക്കെ കാടൊക്കെ കയറിയിട്ടുണ്ട്. ഓക്കെ ഇതായാലും ഇതാ മണ്ണിലേക്ക് ചാഞ്ഞു കിടക്കോട്ടെ. കാരണം അമ്മ വരാം ഒരു മിനിറ്റേ. അപ്പോൾ ഇതിൻ്റെ ചോട് എന്ന് പറഞ്ഞാൽ ആ ഒരു അറ്റത്താട്ടോ ഉള്ളത്. പക്ഷെ ആ ഒരു ചോടിയിൽ നിന്ന് നോക്കി എത്രയോ ദൂരെ ആട്ടോ ഇതിങ്ങനെ ചാഞ്ഞു കിടക്കുന്നത്. ആ ഒരു മഴ പെയ്തതിൻ്റെ ഒരു എഫക്റ്റിലൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കാടൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കി നിർത്താം. അപ്പോൾ നോക്കി ഈ ഒരു പൂവായാലും ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ. ഒരുപാട് ദിവസം ഈ ഒരു പൂവും നമുക്ക് ഉണ്ടാവും. തുളസിയും അതേപോലെ തന്നെ നമ്മുടെ ജമന്തി മൊത്തത്തിൽ ഇവിടെ ഒരു ജഗ പുകേനെയാണോ. കാരണം എല്ലാം ചെറിയൊരു ഗ്യാപ്പ് പോലില്ല. എന്നാലും അതിൻ്റെ ഇടയിൽ എങ്ങനെ പുല്ല് വന്നതെന്നാണ് എനിക്കറിയാത്തത്. ആ ഒരു ചെറിയ ഗ്യാപ്പിലായാലും പുല്ല് വന്നിട്ടുണ്ടായാലും. അപ്പോൾ ഒരു ചോട്ടിലൊക്കെ ആട്ടോ കുറച്ചുള്ളത് പുല്ല്. നമ്മുടെ ആട്ടുകാശും ചാണകപ്പൊടി തന്നെയാണോ നമ്മുടെ ഗാർഡനിലൊക്കെ കൂടുതലായിട്ട് കൊടുക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ വലിച്ചെടുത്തിട്ട് പുല്ലെന്തായാലും കാര്യമായിട്ട് വന്നിട്ടുണ്ടേ. തൊട്ടാവാടി ആട്ടോ. അത് കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ നല്ല കടച്ചിലും വേദനയായിരിക്കും കേട്ടോ. ഈ കാണുന്നത് മൊത്തം നമ്മുടെ ഈ ഒരു ജമന്തിയുടെ തൈകളാണ്. നമുക്ക് ഇതിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് പറിച്ച് നടാനൊക്കെ ആയിട്ട് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് സമയത്തിനനുസരിച്ചൊന്ന് പറിച്ചെടുക്കും. ഈ ഒരു ടൈമിലൊക്കെ പറയുമ്പോൾ എന്ത് നട്ടാൽ ചെറിയൊരു കെയർ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ടാവും. കാരണം നനച്ചൊന്നും കൊടുക്കേണ്ടാത്തതുകൊണ്ട് തന്നെ നല്ല മഴ കിട്ടിയിട്ടൊരു ടൈമാണ്. നമുക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ നമ്മുടെ ജമന്തിയുടെ തൈകളൊക്കെ. നല്ല കാടൊന്ന് പറിച്ച് നമുക്കൊന്ന് കെട്ടിയിടാം. അതിൽ നമ്മൾ നല്ല വേനലൊക്കെ വന്നൊരു ടൈമിലേ
നന്നായിട്ട് ചകിരിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നനയൊക്കെ കൊടുക്കുമ്പോൾ തണുപ്പായത് ചോട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാലും പണിയാണല്ലോ, ഇനി മൊത്തം മഴ ആയതുകൊണ്ട്. അതേപോലെ നമ്മൾ ആന്തൂര്യത്തിൻ്റെ ചോട്ടിലും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിത് എടുക്കണം. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ നമുക്ക് ചോട്ടിൽ വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എന്നാലും കുറച്ച് ടൈം എടുത്തിട്ടാലും നമ്മൾ ആ ഒരു ഏരിയ ഫുൾ അതിനെ ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് അതുപോലെ മണ്ണിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന ആ ഒരു തൈകൾ മൊത്തം നമ്മളിത് കമ്പൊക്കെ വെച്ച് കെട്ടി നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സംഭവം ഇത് നമ്മൾ പോട്ടി മിക്സറൊക്കെ സെറ്റ് ചെയ്ത് നന്നായിട്ട് തന്നെ ഈ ഒരു പോട്ട് നട്ടു കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 2 month ആയിട്ടുണ്ട്. അപ്പോൾ നോക്കി നല്ല രീതിയിൽ കേട്ടോ ഗ്രോത്ത് ഉള്ളത്. വട്ടം വീശി ഈ ഒരു പോട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടാട്ടോ വന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ 2 ആന്തൂരിയും കൂടി ഒന്ന് റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നമ്മുടെ ചാനലിലൂടെ ഇട്ടിട്ടുണ്ടെന്നാലും ഡീറ്റെയിലായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണാത്ത കുട്ടികളെ ജസ്റ്റ് കണ്ടു നോക്കി നല്ല ഹെൽത്തി ആയിട്ടാണ് വന്നുള്ളത്. അപ്പോൾ എന്ത് വരാം വാ മടിയിൽ കയറ്റിയിരിക്കാം. അത് കുറച്ച് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒന്ന് എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കൊഞ്ചിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ വയലൻ്റ് ആവും കേട്ടോ. ഇങ്ങനെ കുറച്ചൊന്ന് ചെയ്താൽ മതി കേട്ടോ, ആൾ ഡബിൾ ഹാപ്പി ആയിരിക്കും. ഇത് വെട്ടില്ല നമ്മൾ വെട്ടി നല്ല സെറ്റാക്കി നിർത്തിയിരിക്കുക. പിന്നെ അതിൻ്റെ ചോട്ടിൽ കൂടെ ചെറിയ തൈകളൊക്കെ ഇടും. അപ്പോൾ നമുക്ക് പറിച്ചിട്ട് പോട്ടുകളിലും അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മണ്ണിൽ വെച്ച് കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനത്തെ ചെടികളൊക്കെ കൂടുതലും നമ്മൾ പോട്ടിൽ വെച്ച് കൊടുക്കണം കേട്ടോ. കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് നിൽക്കുക. കാരണം ഇപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിനെ കാണുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും നന്നായിട്ട് കവറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മണ്ണിലൊക്കെ വെച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ മൊത്തത്തിലിങ്ങനെ ഫുള്ളങ്ങ് സ്പ്രെഡ് ആവും. അപ്പോൾ ഇതുപോലെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒതുക്കി നിർത്തുകയും ചെയ്യാൻ പറ്റില്ല. മെയിൻ്റനൻസ് ഒക്കെ ആയാലും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് വിടാണെന്നാലും നമുക്കിനി അതൊന്നും ചെയ്യാം. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഒന്ന് പഴുത്തതും അതുപോലെ തന്നെ ഇലകളൊക്കെ കുറച്ച് ചേഞ്ച് ആയി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയാലത് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് സെറ്റാക്കി നിർത്താം. അപ്പോൾ എന്നാലും ഇതേപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ 2 നമ്മുടെ കൂടുതൽ സിറ്റൗട്ട് സൈഡിലാണ് വെച്ച് നിർത്തും. നമുക്ക് കുറച്ച് ആ ഒരു ഭാഗത്ത് കുറച്ച് കാറിന് കുറച്ച് വർക്കുള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് കുറച്ച് ഞാൻ മാറ്റിയിട്ടൊന്ന് സെറ്റാക്കാൻ വേണ്ടിയില്ല ഒന്ന് മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ അവിടെ കുറച്ച് അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്യാണ്ട് വെച്ച് വീട് നല്ല രീതിയിൽ തന്നെ കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗത്തൊക്കെ ഒരു മൂടലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ ഏത് നിമിഷം വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. കാരണം ഇന്നലേക്കെന്ന് പറയുമ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഇത്രയും നേരം ഒരു തെളിഞ്ഞൊരു കാലാവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ ടൈം മഴ തന്നെ ഒരു 5 minute ഗ്യാപ്പ് ഉണ്ടാവും ഒരു മഴയ്ക്ക് ശേഷം. അതിന് ശേഷം പിന്നെയും പെട്ടെന്ന് കേട്ടോ മഴ പെയ്യാറ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു തെളിച്ചൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് തുണികളൊക്കെ എടുത്ത് പുറത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് എന്തായാലും മഴയ്ക്ക് മുന്നായിട്ട് ഈ ഒരു കാരണം കുറച്ച് പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ഇരട്ടി പണിയാവുള്ളൂ. കാരണം കുറച്ച് വിറകും തുണികൾ അങ്ങനെ ഈ ഒരു തെളിച്ചം കണ്ടപ്പോൾ അങ്ങനെ എടുത്തിട്ടാണ്. അടുപ്പം എത്രത്തോളം ഉണ്ടാവും തെളിച്ച് നമുക്ക് അറിയില്ലല്ലോ. അപ്പം എന്നാലും അതിന് മുന്നായിട്ട് കുറച്ച് പണി കൂടി ചെയ്യാനായിട്ട് അപ്പം ആ ഒരു ഭാഗത്തെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പം നമുക്ക് കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് കാണാം. നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റിയിട്ട് ബെസ്റ്റ് പ്ലാന്റ് തന്നെയാട്ടോ. നോക്കി നല്ല രീതിയിൽ വട്ടത്തിൽ ഇങ്ങനെ അത്രയും നല്ല ഹെവി ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു ചെടിയാട്ടോ നമ്മൾ അന്ന് നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കി നല്ല ഹെവി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു ഏരിയയിലാണ് നമ്മൾ നേരത്തെ നമ്മുടെ ജമന്തി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഏരിയയിൽ അത് ഞാൻ കുറച്ച് നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ പോട്ടുകളാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമ്മളപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്ലാന്റ്സ് മൊത്തം ഇങ്ങോട്ടേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തന്നെ കുറച്ചുകൂടി നമുക്ക് എടുക്കാണ്ട്. അപ്പോൾ തന്നെ കുറച്ചൊന്നും നീക്കിയിട്ട് വെച്ചിരിക്കുക. അപ്പോൾ തന്നെ കുറച്ച് കാടൊക്കെ കളയാണ്ട്. അപ്പോൾ തന്നെ കുറച്ച് ഞാനിത് അവിടെ ഓൾറെഡി സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം മഴ എങ്ങാനും ചെയ്താലെന്ന് വിചാരിച്ചാൽ അതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു പണിയൊന്നും തീർക്കേണ്ടതുള്ളതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഒരുപാട് ടൈം എടുക്കും. എന്തായാലും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു വിചാരിച്ചു. കാരണം നമ്മൾ ആ ഒരു ടൈം നമ്മൾ എടുത്ത് മാറ്റമൊന്നും കാണിച്ചില്ലല്ലോ. അപ്പോൾ അതാ ഈ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബൊഗൻവില്ലി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആന്തൂറി ഉണ്ട്, കുറേ വെറൈറ്റി ഇനം പ്ലാന്റ്സ് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടിഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും നമുക്കിനി അതൊക്കെ ഓസിൽ ഒന്ന് അടിച്ച് നന്നായിട്ട് സെറ്റാക്കി വിടാം. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെ ചിലവ് തെറിക്കില്ല. കാരണം ഇവിടെ നമ്മൾ ഫുൾ കോൺക്രീറ്റ് ഇട്ടിരിക്കണം. അതുകൊണ്ട് അങ്ങനെ ചെളി തെറിക്കില്ല കേട്ടോ. ആ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മണ്ണാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം മഴ പെയ്താലും പെട്ടെന്ന് ആ ഒരു പോട്ടുകളിലേക്ക് ഇങ്ങനെ ചെളി തെറിക്കും. എന്തായാലും മഴ പെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം നമ്മൾ കെയർ ചെയ്താലും പിന്നെയും നമുക്ക് നല്ല രീതിയിൽ മെയിൻ്റനൻസ് പണി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ നിറച്ച് പൂവുണ്ടായി കഴിഞ്ഞാൽ നന്നായിട്ട് ബട്ടർഫ്ലൈസ് വരും കേട്ടോ. പിന്നെ ചുറ്റും നമ്മുടെ ഗാർഡൻ നിറച്ച് ബട്ടർഫ്ലൈസ് ആയിരിക്കും. അതിങ്ങനെ ഒരു എന്താ പറയുക ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അത് അങ്ങനെ ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിലിപ്പോൾ മുട്ടൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും പൂവൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നിൽക്കും. ഇത് നമ്മുടെ ബോഗൻവില്ലേസും നമുക്ക് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് വിടണം. കാരണം നന്നായിട്ട് ഹൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് പ്രൂൺ ചെയ്ത് നല്ല ഒരു ഹെവി പ്രൂണിങ് തന്നെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യും. നല്ലൊരു നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല തണുത്ത കാറ്റിങ്ങനെ വീശി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് പ്ലാന്റ്സ് കൂടി ഒന്ന് ഇവിടെ സെറ്റ് ചെയ്യണം. ഞാൻ അതൊന്ന് എടുത്തിട്ട് വരട്ടെ. മുള്ളുണ്ട് പിന്നെ എല്ലാം ഇപ്പോൾ മിക്സ്ഡ് ആയിട്ടാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബോഗൻവില്ല, ആന്തൂറിയും ജമന്തി അങ്ങനെ മൊത്തത്തിൽ കുറച്ച് എല്ലാം പാടെ ഒരുമിച്ച് വെച്ചിരിക്കുക. മുള്ളുണ്ടേ മുള്ളു
ഇതൊക്കെ നമ്മൾ പാക്കറ്റായിട്ട് നട്ടുള്ളതാട്ടോ. അപ്പം എന്തായാലും നട്ടത് എന്തായാലും വെറുതെ ആയിട്ടോ, നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ജസ്റ്റ് ഒന്ന് നട്ടു കൊടുത്താണ്. അപ്പോൾ നോക്കി തളിരിലകളൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടാണ് അപ്പോൾ നിൽക്കുന്നത്. എന്തായാലും ഇതിലും കുറച്ച് കാടൊക്കെ കയറിയിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പറിച്ച് കളയണം. കാടൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ പറിച്ചാലൊന്നും പെട്ടെന്ന് വരും, അത്രത്തോളം നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഒരു ചെടിയുടെ അത്രയും സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. പറിച്ചൊന്ന് കളഞ്ഞ് ഇത് കുറച്ചുകൂടി വലുതായതിനു ശേഷം നമുക്ക് വലിയ പോട്ടുകളോ അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് മണ്ണിലൊക്കെ നട്ടു കൊടുത്താലും ഒരുപാട് നാൾ നമുക്ക് ഫ്ലവറൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് കളർ വെറൈറ്റി അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കളറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇതുപോലെയൊക്കെ തൈകൾ പുതിയത് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് ഫുള്ളായിട്ട് നമ്മൾ പോട്ടിംഗ് മിക്സറൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മാറ്റത്താണ് നന്നായിട്ട് കാണുന്നത്. നോക്കി ഇതൊക്കെ നല്ല രീതിയിൽ തളിരിലേക്ക് ഇട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി നന്നായിട്ട് കുറച്ചുകൂടി ഒന്ന് ഫ്ലവറൊക്കെ ആയതിനു ശേഷം നമുക്കൊന്ന് പ്രൂൺ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ മാറ്റാം. അമ്മ കളയാ വാവയുടെ കയ്യിലൊക്കെ ആവും ചീച്ചി മണ്ണ്. അതേപോലെ നമ്മുടെ ഒരു ബോഗൺവില്ലയിലൊക്കെ ഇപ്പോൾ നമുക്ക് നേരത്തെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ഫ്ലവറിങ് കുറവാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും മഴയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ഫ്ലവറൊന്നും ഉണ്ടാവില്ല. കാരണം വെള്ളത്തിനേക്കാളും കൂടുതൽ നമ്മുടെ ഈ ഒരു ബോഗൺവില്ല പ്ലാന്റ്സിനൊക്കെ കൂടുതലായിട്ട് വേണ്ടത് സൺലൈറ്റ് ആണ്. അപ്പോൾ സൺലൈറ്റിൽ നമുക്ക് എന്തായാലും കുറവല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മഴ ഒരുപാട് ഡയറക്റ്റ് വെള്ളമൊക്കെ തട്ടുന്നതിന് അവിടെ നിന്നൊക്കെ നമ്മളൊന്ന് കുറച്ചുകൂടി ഒന്ന് മാറ്റിയൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്കിതിനെ ഷെൽഫ് ലൈഫൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളിപ്പോൾ പുല്ലെല്ലാം കളഞ്ഞ് സെറ്റായി കൊടുക്കുന്ന ഈ ഒരു പ്ലാന്റ് നമുക്കിവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ പ്രൂൺ ചെയ്ത് വിടുന്നില്ല, കാരണം കുറച്ചുകൂടി ഒന്ന് സെറ്റ് ആവാനുണ്ട്. അതിന് ശേഷം നമുക്ക് പ്രൂൺ ചെയ്തൊന്ന് മാറ്റണം. എന്താണ് കുട്ടി? അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോഗൺവില്ലാസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലൊരു ഹെവി കൂളിങ് കൊടുക്കാനുണ്ട്. എന്നാൽ നമുക്ക് ഇത്രത്തോളം മഴയ്ക്ക് മുന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നല്ല. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യാം. പിന്നെ നമ്മുടെ ബോഗൺവില്ലോസിലായാലും പലതും പല വെറൈറ്റി ആട്ടോ. ബെഡ് ചെയ്തതുണ്ട്, അതേപോലെ തന്നെ നോർമലായിട്ടുള്ളതുണ്ട്, അതുപോലെ നിറച്ച് മുള്ളുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പോൾ നമ്മളിതാ പ്രൂൺ ചെയ്യാൻ വേണ്ടി പോണത് അത്യാവശ്യം നല്ല മുള്ളുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നല്ല കടച്ചിലായിരിക്കും, അത്രത്തോളം നല്ല ഹെവി ആയിട്ടുള്ള മുള്ളാണ്. അപ്പോൾ അതായത് ഞാനിതാ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു ഭാഗത്ത് ഒരു പച്ചപ്പിണ്ട് നമുക്ക് ഇതാനായാലും നല്ലൊരു പൊട്ടിങ്സിലൊക്കെ സെറ്റ് ചെയ്തിട്ട് അത് നട്ടു കൊടുത്താൽ നമുക്ക് ഈ ഒരു തൈയിൽ തന്നെ നമുക്ക് പുതിയ തൈകളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. എന്നാലും കുറച്ചുണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ ബാക്കിയുള്ളതും കൂടി നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തേ. അങ്ങനെ എന്താ ഇതാ മഴയ്ക്കുള്ള ചാൻസ് നന്നായിട്ട് കാണുന്നുണ്ട്. നോക്കി നന്നായിട്ട് ഇരുണ്ട് മൂടിയിട്ടോ കറിവേപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും പെട്ടെന്ന് കുറച്ചുകൂടി ചെയ്ത് തീർത്ത് നമുക്ക് അത്രത്തോളം സെറ്റാക്കി നിർത്താമല്ലോ. എന്താണ് കുട്ടി? അപ്പോൾ ഗൈസ് ഞങ്ങൾ എന്തായാലും ഞങ്ങൾ ബാക്കി പരിപാടിയൊക്കെ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ കുഞ്ഞു വീഡിയോത്തിലേക്കുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ ബൈ.